വലിയ വൃക്ഷങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ ആ കാറ്റുമായിട്ട് നടക്കാനൊരു പ്രത്യേക അനുഭൂതി തന്നെ. ഈ വേനൽ സമയത്ത് പൊതുവെ മൃഗങ്ങൾ ഈ ഭാഗങ്ങളിൽ നിന്ന് മാറിപ്പോവും. ഒന്ന് മനുഷ്യൻ്റെ ഇൻ്റർഫിയറൻസ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ കാണിക്കാർക്കുള്ള കണക്കുള്ളൊരു ധൈര്യവും കാടിൻ്റെ ആ ഒരു സ്പന്ദനം അറിയുന്ന ഒരു രീതി അവർക്ക് കാടിനെ അറിയുന്നോളം മനുഷ്യർക്കാർക്കും കാടിനെ നിശ്ചയിക്കാൻ പറ്റത്തില്ല. ഈ ഒരു പീരീഡ്, ഈ ഒരു ട്രക്കിംഗ് പീരീഡ്, അതായത് ശിവരാത്രിക്ക് മുന്നേ ഉള്ള സമയം നല്ല വേനലാണ്. ഈ വേനൽ സമയത്ത് പൊതുവെ മൃഗങ്ങൾ ൂർന്നൊരു കാണുന്ന എക്സിബിഷൻ പൊതുവെ ഈ നദി വെള്ളച്ചാട്ടങ്ങളുടെയൊക്കെ സൈഡിലാണ് ഇത് കാണുന്നത്. അപ്പോൾ അതിൽ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള മരങ്ങളൊക്കെ ഉണ്ടാവും. ഒത്തിരി കീപ്പൂപ്പായിട്ടുള്ള ഇടയ്ക്കാണ്. ഇടയ്ക്ക് അറിയുമ്പോൾ പാടാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ യാത്ര അവസാനിപ്പിച്ച് അട്ടയാർ ബേസ് ക്യാമ്പ് ഒന്ന് തിരിക്കുകയാണ്. വളരെ ദൂരമായിട്ട് ഈ ഒരു വലിയ മലയിടുക്ക്, ഇതിൻ്റെ മലയിടുക്കുകളിൽ ഈ സിംഹവാലൻ കുരങ്ങുണ്ട്. വളരെ ശ്രദ്ധിച്ചറിയാം അവരുടെ ഒരു വിളിയുണ്ട്. സാധാരണ കുരങ്ങൻ വിളിക്കുന്ന കണക്കല്ല, ഒരു പട്ടിയൊക്കെ കുരയ്ക്കുന്ന പോലുള്ളൊരു കുരയല്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കേൾക്കാം. ഒത്തിരി നേരത്തെ കേട്ടായിരുന്നു ഇപ്പോൾ വിളിക്കുന്നത്. യെസ്, ആ ഒരു ഇനം എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമേ ഉള്ളൂന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ ഇത്രയും വലിയ മലയിടുക്കുകളിൽ മാത്രമാണ് ഇവർ കാണപ്പെടുന്നതെന്നാണ്. കാരണം ഇത് ചോല മരങ്ങളാണ്. അപ്പോൾ അതിൽ ഈ ഫ്രൂട്ട്സൊക്കെ ഉള്ള മരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡും തൂങ്ങി മറിഞ്ഞ് കളിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അങ്ങനെ അവിടത്താണ് ഇത് കാണുന്നതെന്നാണ് പറയുന്നത്. ഇതൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. നോക്കി, ഇതിലൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഞാനിപ്പോൾ ഷോർട്ട് കട്ട് എടുക്കാതെ മെയിൻ റൂട്ടിൽ കൂടെ പറയാം. കരിമരമാണോ എന്നൊരു സംശയമുണ്ട്. കാട്ടിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ശബ്ദങ്ങൾ, വളരെ സൂക്ഷ്മമായിട്ടുള്ള ശബ്ദങ്ങൾ മനസ്സിലാവും. കരടിയുടെ കാഷ്ടമാണ് കാടിൻ്റെ ശബ്ദത്തിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് വളരെ പ്രിസൈസായിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു ശബ്ദമാണ് വെള്ളം അവിടെ ഉണ്ടെന്നുള്ളത്. വളരെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ഈ സൗണ്ട് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ അട്ടയാർ ഒഴുകുന്ന സൗണ്ട്. വഴിയിലും നല്ല ആശം ഉണ്ടാകുന്നുണ്ട്, കാണുന്നില്ല. അട്ടയാർ ഒഴുകുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. നമുക്ക് വളരെ ദൂരെ തന്നെ അത് മനസ്സിലാവും. ഒത്തിരി കീപ്പൂപ്പായിട്ടുള്ള ഇടയ്ക്കാണ്. ഇടയ്ക്ക് അറിയുമ്പോൾ പാടാന്ന് വെച്ചാൽ ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതാണ് മെയിൻ വഴി. ഇത് ഷോർട്ട് കട്ട്, അത് മെയിൻ വഴിയാണ്. അട്ടയാറിൻ്റെ ഭാഗങ്ങളൊക്കെ കാഴ്ചയ്ക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടാ. കുത്തകത്തൊക്കെ വരുന്ന സമയത്ത് കംപ്ലീറ്റ് പുഴയൊക്കെ പോയതാണ്. കുറച്ച് ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റാണ്. നീർമരു കാണുന്ന എക്സിബിഷൻ. ഇത് ഈ നദി വെള്ളച്ചാട്ടങ്ങളുടെയൊക്കെ സൈഡിലാണ് ഇത് കാണുന്നത്. കണ്ടിട്ട് നീർമരുതാണെന്ന് തോന്നുന്നു. പക്ഷെ ഇലയുടെ വലിപ്പം കണ്ടിട്ട് അത്ര ഒരു ചെറിയ സംശയമില്ല അതില്ല. ഇതുപോലുള്ള യാത്രകളിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു പരമമായ സത്യം എന്ന് പറയുന്നത് ബാക്ക് ടു ദ ഒറിജിൻസ് എന്ന് പറയാനാണെങ്കിൽ, മനുഷ്യരാശി ഉണ്ടായ കാലം മുതൽ ഇങ്ങനെ കിടന്ന സ്ഥലങ്ങളായിരിക്കും ഒരു. പക്ഷേ ഇത് മനുഷ്യരാശിയല്ല, പ്രകൃതി ഉണ്ടായ കാലം മുതൽ ഹ്യൂമൻ എക്സിസ്റ്റൻസിൻ്റെ ഒറിജിൻ അത് ഉടലെടുത്ത കാലഘട്ടത്തിലേക്കുള്ളൊരു മടക്കയാത്ര. അങ്ങനെ അടുത്ത വെള്ളത്തിൻ്റെ ശബ്ദം കേട്ടു തുടങ്ങി. ശരീരം തളർന്നു തുടങ്ങി. മനസ്സിൻ്റെ തളർച്ച കയറി തുടങ്ങിയില്ല. ഇതും കരമനയാറിൻ്റെ ഒരു കൈവഴിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ മേലായിട്ടൊരു പൊട്ടുണ്ട്. പിന്നെ കാട്ടിൽ കൂടെ നടക്കുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അധികം ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കുക. നമ്മൾ വളരെ സൈലൻ്റ് ആയിരിക്കണം. നമ്മുടെ ബൂട്ട്സിൻ്റെ സൗണ്ട് ആയിരുന്നാലും വളരെ മെതിയെ അധികം സൗണ്ട് ഉണ്ടാക്കാതെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെവികൾക്ക് മറ്റുള്ള ശബ്ദങ്ങളെ ശ്രവിക്കാൻ പറ്റും. ഒരു വൈൽഡ് അനിമൽ സ്പോട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും.
ഞാനങ്ങനെ വൈൽഡ് ലൈഫ് സ്പോട്ടിങ്ങിന് വലിയ എക്സ്പേർട്ടൊന്നും അല്ല, പക്ഷെ ഇതുവരെ എൻ്റെ ഒരു യാത്രയിലുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ മനസ്സിലാക്കിയത്. കാരണം നമ്മുടെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ചലനങ്ങളും ശബ്ദങ്ങളും വരെ മൃഗങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അടിപൊളി കാറ്റ്. എത്ര വെയിലുണ്ടെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കത്തക്ക ഒരു കാറ്റിങ്ങനെ എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കും. അതിവിടെ നല്ല ഏറ്റവും ടഫായിട്ടുള്ളൊരു പാർട്ടാണ് മൊട്ടക്കുന്നെന്ന് പറയുന്നത്. അവിടെ വേറെ വൃക്ഷങ്ങളൊന്നുമില്ല. ഞാൻ തങ്ങിയ സ്ഥലം അവിടെ പോലും നമ്മളത്രയും വെയിലും കൊണ്ട് അങ്ങനെ നടക്കുമ്പോഴും ഭയങ്കര കാറ്റാണ്. ആ കാറ്റ് മാത്രം മതി നമുക്ക് അവിടെ പിടിച്ച് കവറപ്പ് ചെയ്ത് വരാൻ. കാസർഗോഡ് ട്രക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രക്കിംഗ് പീരീഡ്, അതായത് ശിവരാത്രിക്ക് മുന്നേ ഉള്ള സമയം നല്ല വേനലാണ്. ഈ വേനൽ സമയത്ത് പൊതുവെ മൃഗങ്ങൾ ഈ ഭാഗങ്ങളിൽ നിന്ന് മാറിപ്പോകും. ഒന്ന് മനുഷ്യൻ്റെ ഇൻ്റർഫിയറൻസ് കൊണ്ട് തന്നെയാണ്, പിന്നെ രണ്ടാമത് അവർക്ക് വെള്ളം ഒരുപാട് സുലഭമാവുന്ന സ്ഥലങ്ങളിലോട്ട് അവർ ചേക്കേറും. അതുകൊണ്ടാണ് ഇവിടെ അധികം വൈൽഡ് ലൈഫ് സ്പോട്ടിംഗ് ഒന്നും ഉണ്ടാകാത്തത്. അതുകൊണ്ട് ഈ സമയത്ത് ഇതുവഴിയൊക്കെ നടക്കാൻ വളരെ സേഫാണ്. നമുക്കിങ്ങനെ കാടിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഈ കാറ്റുമൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരുവിധമുള്ള അസുഖങ്ങൾ, റെസ്പിറേറ്ററി ഇഷ്യൂസൊക്കെ ഒരുവിധമുള്ളതൊക്കെ മാറും. എനിക്ക് വരുമ്പോൾ നല്ല ജലദോഷമൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, സോ കോൾഡ് പ്ലാസിബോ എഫക്റ്റ് ഒന്നുമല്ല. ഇതൊരു മനുഷ്യൻ്റെ അനുഭവങ്ങളാണ് ഈ ഷെയർ ചെയ്യുന്നത്. ഈ കാണികൾ തന്നെ പറഞ്ഞുള്ള അറിവാണ്. ഈ സമയത്ത് പൊതുവെ വന്യമൃഗങ്ങൾ അങ്ങനെ ആക്രമണകാരികളാകത്തില്ല. അവർ വെള്ളമുള്ള സ്ഥലങ്ങളിലേക്ക് മാറും. അപ്പോൾ ഈ നടപ്പാത കിടക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഇവരങ്ങനെ പകൽ സമയത്ത് കാണത്തില്ല. വഴിയിലൊന്നും ഒരു തടസ്സങ്ങളും ഉണ്ടാകത്തില്ല. ഒരു രാത്രി ഇവിടെയൊക്കെ ഇറങ്ങി നടക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വഴിയിൽ തന്നെ കരടിയുടെ ഒരു കാഷ്ടം കണ്ടായിരുന്നു. രാത്രിയിൽ കരടി ഒരുപാട് ഇറങ്ങി നടക്കും. പക്ഷെ പകൽ സമയത്ത് അങ്ങനെ ശല്യങ്ങളോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. ഇതുവഴി ഇങ്ങനെ നടക്കുന്നത് ഒരു അതിശയിപ്പിക്കുന്ന കഴിവൊന്നും അല്ല, പിന്നിൽ നിന്നും കാണിക്കാർ തരുന്നൊരു ബലം. ഇവൻ നമ്മൾ ഇവിടെ ഇപ്പോഴും ഇവിടെ വരുന്ന ആളുകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമ്മളങ്ങ് മുകളിലെത്തിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഫുള്ള് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാണിക്കാരെ. അപ്പോൾ കാണിക്കാർക്കുള്ള കണക്കുള്ളൊരു ധൈര്യം, കാടിൻ്റെ ആ ഒരു സ്പന്ദനം അറിയുന്ന ഒരു രീതി, അവർക്ക് കാടിനെ അറിയുന്നോളം മനുഷ്യർക്കാർക്കും കാടിനെ നിശ്ചയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാ ആളുകളെയും കാസർഗോഡത്തിൻ്റെ മകുടം വരെ എത്തിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം എല്ലാം കാണിക്കാർ തന്നെയാണ്. പിന്നെ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നാൽ തന്നെ അതൊക്കെ അവരുടെ റെസ്ക്യൂ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നത് അവരാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ബ്രേക്ക് ചെയ്ത് അവിടെ നിന്നപ്പോൾ തന്നെ മുകളിൽ കാസർഗോഡൻ കയറിയിട്ട് തിരിച്ചിറങ്ങിയ ഒരാൾ നല്ല സ്പ്രെയിനും കാല് നടക്കാൻ പറ്റാത്ത പെയിനൊക്കെ ആയിട്ട് നീരൊക്കെ ആയിട്ട് അവിടെ ഹെൽഡപ്പായി പോയി. അപ്പോൾ ആളിനെ സ്ട്രെച്ചറിലെടുത്ത് അവർ പാറയിൽ എത്തിച്ചു കൊടുക്കുകയായിരുന്നു. വീണ്ടും ഒരു ക്യാമ്പ് ഷെഡ് വരുന്നുണ്ട്. ഈ ക്യാമ്പ് ഷെഡ് ശരിക്കും ഈ വരുന്ന നമ്മളെ ഗൈഡായിട്ട് വരുന്ന ആളുകൾക്ക് തങ്ങാനുള്ള ഒരു സങ്കേതങ്ങളാണ്. അവരിങ്ങനെ ഷിഫ്റ്റായിട്ട് കുറച്ച് ദൂരം വരെ 10 പേരടങ്ങുന്ന ടീമിന് ഒരു ഗൈഡ് കൊണ്ടുപോകും. ആ ഗൈഡ് നമ്മളെ ടോർച്ച് കൈമാറുന്ന പോലെ ഒരു സ്ഥലത്ത് നിന്ന് കൈമാറുമ്പോൾ അവിടെ നിന്ന് വേറൊരു ടീം ജോയിൻ ചെയ്യും. അങ്ങനെയാണ് അവരിത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർക്ക് തങ്ങാനുള്ള ക്യാമ്പുകളാണ്. വലിയ വൃക്ഷങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ ആ കാറ്റുമായിട്ട് നടക്കാനൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. ഞാൻ ശരിക്കും ഇത് അനുഭവിച്ചറിയാനാണ് ഇവിടെ വരുന്നത്. ഒരു ഹോളിഗ്രേറ്റി വാക്ക്. സി ദാഹമൊക്കെ മാറ്റി ഇനി വീണ്ടും യാത്ര. ഇവിടെ ഒത്തിരി ഒരു ചെറിയൊരു കയറ്റം പോലത്തെ സ്ഥലമാണ്. പിന്നെ വീണ്ടും വളരെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഞാൻ ഒത്തിരി ട്രെക്കിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അഗസ്ത്യർകൂടം യാത്രയുടെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് ഈ ഇടയ്ക്കിടയ്ക്കുള്ള നീരുറവുകൾ. എപ്പോൾ തളർന്നാലും നമുക്ക് വെള്ളം കുടിക്കാനുള്ളൊരു അവസരമാണ്. പിന്നെ നമ്മൾ നല്ല വെയിലുള്ളൊരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഭയങ്കര ഒരു ഇളം കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു വൈബിൽ നമുക്ക് അങ്ങനെ നടന്ന് നീങ്ങാം. അതാണ്ടൊക്കെ യാത്ര അവസാനിക്കാനുള്ളൊരു സ്ഥലമൊക്കെ ആയി വരുന്നു. ഗണപതിയുടെ പ്രതിഷ്ഠയുള്ള സ്ഥലമുണ്ട്. അവിടെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദൂരമാണ്.